എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നമ്മുടെ ദൈവമായ യഹോവയെ എങ്ങനെ സേവിക്കണം എന്ന് ശ്രമിക്കാം. ആവർത്തന പുസ്തകം 6:5. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഈ വാക്യം ഇസ്രായേല്യർ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് മോശയുടെ വിടവാങ്ങൽ പ്രസംഗമാണ്. ഇവിടെ ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാധാന്യം മോശ ഊന്നി പറയുന്നു. യൂത വിശ്വാസത്തിൻ്റെ കേന്ദ്ര പ്രഖ്യാപനമായ ശേമ അധ്യായത്തിൽ ഇത് ഉൾപ്പെടുന്നു. ഈ വാക്യം ഇസ്രായേലിനോട് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാൻ കൽപ്പിക്കുന്നു. അവരുടെ മുഴുവൻ സത്തയും അവനെ പിന്തുടരുന്നു. ഈ വാക്യം ദൈവത്തോടുള്ള പൂർണ്ണ ഹൃദയത്തോടെയുള്ള ഭക്തിയുടെ ആഹ്വാനമാണ്. പൂർണ്ണ ഹൃദയത്തോടെ എന്നുള്ളത് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, ഒരാളുടെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ഇച്ഛകൾ എന്നിവയുടെ കാതലിൽ നിന്ന്. നിങ്ങളുടെ പൂർണ്ണ ആത്മാവോടെ എന്തെന്നാൽ നമ്മുടെ ചിന്തകൾ, വ്യക്തിത്വം എന്നിവയുൾപ്പെടെയുള്ള മുഴുവനായും ദൈവത്തെ സ്നേഹിക്കുക, ആത്മീയ ഭക്തി എന്നിവയും. നിങ്ങളുടെ എല്ലാ ശക്തിയോടെയും എന്നത് അർത്ഥമാക്കുന്നത് നമ്മുടെ എല്ലാ ശ്രമങ്ങളോടും പ്രവൃത്തികളോടും വിവേകങ്ങളോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക, എല്ലാം അവന് സമർപ്പിക്കുക എന്നതാണ്. ദൈവത്തോടുള്ള സമ്പൂർണ്ണ ഭക്തി വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തോടുള്ള സമ്പൂർണ്ണ പ്രതിബദ്ധത ആവശ്യപ്പെടുന്നു. സ്നേഹം ഒരു പ്രവൃത്തിയായി, വെറും വികാരമല്ല. ദൈവത്തെ സ്നേഹിക്കുക എന്നതിനർത്ഥം അവനെ സജീവമായി അന്വേഷിക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുവൻ്റെ ജീവിതം ക്രമീകരിക്കുക. ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം എന്നാൽ മറ്റെല്ലാറ്റിനും ഉപരിയായി അവന് മുൻഗണന നൽകുക എന്ന് വെളിപ്പെടുത്തുന്നു. അതായത് സ്നേഹങ്ങൾ, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന് മുൻഗണന എന്നതാണ്. ദൈവത്തോടുള്ള സ്നേഹം പൂർണ്ണവും അചഞ്ചലവുമായിരിക്കണമെന്ന് ഊന്നി പറയുന്നു. ഈ വാക്യം നമുക്ക് അടിസ്ഥാനപരമായ കൽപ്പനയാണ്. ഈ വാക്യം മത്തായി 22 ഏറ്റവും വലിയ കൽപ്പനയായി യേശു പിന്നീട് സ്ഥിരീകരിക്കുന്നു. സ്നേഹപിതാവേ, ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആചാരങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ആഴമേറിയതും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ സ്നേഹം ആണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.